ഓക്കെ ട്രേഡേഴ്സ് വെൽക്കം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്ത ഒരു ട്രേഡ്സിൻ്റെ കണ്ടിന്യൂഷനാണ്. കാരണം ഈ ലോജിക് എന്തുകൊണ്ടാണ് ഞാനൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ഡേ ടു ഡേ ട്രേഡിങ്ങിൽ. ബിക്കോസ് ഒരു 21 ട്രേഡിംഗ് ഡേയ്സിൽ അറ്റ്ലീസ്റ്റ് 15 ഡേയ്സ് എങ്കിലും ഇതുപോലെയുള്ള ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ലോജിക്കാണ് മാർക്കറ്റിൽ അപ്ലൈഡ് ആവുന്നത്. വൈ മാർക്കറ്റ് എല്ലാ ദിവസവും ആഗസ്റ്റ് 31 നടത്തിയ പോലെ ഇതുപോലെയുള്ള സ്ട്രോങ് മൂവ് അല്ല നടത്തുക. അത് മേ ബി മന്ത്ലി 2 or 3 ടൈംസ് മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ ദിവസവും മാർക്കറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ട്രെൻഡ് ആയിരിക്കും, പക്ഷേ വിത്ത് സ്ട്രോങ് പുൾ ബാക്ക് ടൈപ്പ് ഓഫ് ട്രെൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെയുള്ള സൈഡ് വേസ് മൂവ്മെൻ്റ് ആയിരിക്കും. എവിടെയാണെങ്കിലും ഈ ഒരു ബേസിക് ലോജിക് എന്ന് പറയുന്നത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയതിന് ശേഷം അത് താഴേക്ക് പോകും, അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റോക്ക് ഷോർട്ട് സെല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെല് ചെയ്തതിന് ശേഷം അത് മുകളിലേക്ക് പോകുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, റൈറ്റ്? ഇത് എല്ലാവരും ഈ ഒരു ഫേസിൽ കൂടെ കടന്നിട്ടാണ് ഒരു ട്രേഡർ ആവുന്നത്. ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ മോസ്റ്റ് ഓഫ് ദ ട്രേഡ്സും 99% ഓഫ് ദ ട്രേഡ്സും ട്രാപ്ഡ് ട്രേഡേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ട്രേഡ്സ് ആണ്. ഇത് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക നോക്കാം. വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത് മെഷർ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. കാരണം മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലായില്ല. പല സമയത്ത് പറ്റുന്ന എന്താണ്, മാർക്കറ്റ് ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ചാർട്ടിൽ ഒരു കാര്യം പറയും, അപ്പോൾ ആ കാര്യം നമ്മൾ ഇഗ്നോർ ചെയ്ത് നമ്മളവിടെ എന്താണോ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്, ഒരു CPR ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ ആയിരിക്കും, നമ്മൾ ബ്ലൈൻഡ്ലി അത് മാത്രം ഫോളോ ചെയ്യും, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും, റൈറ്റ്? സോ അതിന് പകരം മാർക്കറ്റിലെ പ്രൈസ് എന്താണ് പറയുന്നത് എന്നുള്ള ഒരു സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കറിയാം, ഞാൻ എല്ലാ സമയത്തും പ്രൈസ് റീഡിങ്ങിനെ കുറിച്ചൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരുപാട് ഡെപ്തിലുള്ള കാര്യമാണ്. നമ്മളതിൻ്റെ ബേസിക് ഒരു സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നമുക്കറിയാം മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഒരു ഗ്യാപ് ഡൗൺ ആയിട്ടാണ് സെപ്റ്റംബർ 1. അതിനുശേഷം നല്ലൊരു സ്ട്രോങ് മൂവ്മെൻറ്റ് ഇവിടെ വന്നു. ഇത് എന്താണ് ക്ലിയർലി പറയുന്നത്? നിങ്ങളിവിടെ പ്രോഫിറ്റ് ആക്കിയോ ട്രേഡ് എടുത്തോ എന്നുള്ളതല്ല വിഷയം. ബുൾസ് ആർ സ്ട്രോങ്. അതുപോലെ മാർക്കറ്റ് ഇവിടുന്ന് ഒരു സെൽ ഓഫ് വന്നു. ഇതിൻ്റെ അർത്ഥം എന്താണ്? ബേഴ്സ് ആർ ഓൾസോ സ്ട്രോങ്. ഇനി നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മളുടെ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഈ സപ്പോർട്ടിൽ മാർക്കറ്റ് എത്തിയപ്പോൾ അവിടുന്ന് വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട് പോലെ കൊടുത്തു, ഈ ലൈൻ ബ്രേക്ക് ചെയ്ത പോലെ കൊടുത്തു. ഇവിടെ ഒരുപാട് ആൾക്കാർ ട്രാപ്ഡ് ആയി, റൈറ്റ്? ഡെഫിനറ്റ്ലി ട്രാപ്ഡ് ആവും. കാരണം എല്ലാ സമയത്തും ബ്രേക്ക് ഔട്ട് ട്രേഡിൽ വിത്തൗട്ട് ലോജിക് ചാടിക്കയറുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. സോ ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് അടിച്ച് അവരുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി മാർക്കറ്റ് ഈ ഒരു റേഞ്ചിനുള്ളിൽ ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് ഡേ, അതായത് സെപ്റ്റംബർ 2 നമ്മൾ ട്രേഡ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ആവുന്നത്. സപ്പോസ് മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആയി ഈ ഒരു ലെവലിന് താഴെയാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി സെല്ലേഴ്സ് ഹാസ് ദ അപ്പർ ഹാൻഡ്. ഇനി അങ്ങനെയല്ല, ഇതിൻ്റെ മുകളിലാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഒരു ബാരിയർ ഉണ്ടെങ്കിൽ പോലും ഈ പ്രീവിയസ് ഡേയുടെ ഈ ഒരു സ്ട്രോങ് സെല്ലേഴ്സ്, ഇവിടെ ഉണ്ടായിരുന്ന ഒരു സ്ട്രോങ് സെല്ലേഴ്സിനെ ക്രോസ് ചെയ്ത് മാർക്കറ്റ് മുകളിൽ ഓപ്പൺ ആയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബയേഴ്സ് ആർ പവർഫുൾ എന്ന് തന്നെയാണ്. എന്ന് വെച്ചാൽ അവിടെ ഇമ്മീഡിയറ്റ്ലി ചാടി ട്രേഡ് എടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ഇതിൻ്റെ ഒരു ബേസിക് ലോജിക്കാണ് പറഞ്ഞത്. നൗ എന്താണ് ആക്ച്വലി സംഭവിച്ചത്? വളരെ സിമ്പിളായിട്ട് മാർക്കറ്റ് ഇതിൻ്റെ ഉള്ളിലാണ് ഓപ്പൺ ആയത്. ഈ 2 ലൈൻസിൻ്റെ ഉള്ളിലാണ് ഓപ്പൺ ആയത്. ട്രേഡേഴ്സ് എവിടെയാണ് ട്രാപ്ഡ് ആവുന്നത്? നിങ്ങൾക്ക് ഈ ചാർട്ടിലേക്ക് നോക്കിയാൽ നിങ്ങൾ പല ആൾക്കാരും ട്രേഡ് എടുത്തവർ പോലും ഉണ്ടാവും. ഇതിൽ ഒരൊറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും, ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ ഷോർട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഓൾറെഡി ഇത് ഡൗൺ ആണ്, സ്റ്റാർട്ടിങ് മുതൽ മാർക്കറ്റ് ഡൗൺ ആണ്. സോ നമുക്ക് ഷോർട്ട് പോവാം. ഇവിടെയൊക്കെ റീതിങ്ക് ചെയ്തിരിക്കും. അതിനുശേഷം ഈ ലെവൽസൊക്കെ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയമാകുമ്പോഴേക്ക് ഇവിടെയൊക്കെ ട്രേഡ് എടുക്കും. പക്ഷേ ഇവിടെ നമുക്ക് കാണാം ഒരു നല്ലൊരു ബൈയിങ്, ഒരു ഇമ്മീഡിയറ്റ് ബൈയിങ് ഇവിടെ വന്നു, റൈറ്റ്? ഈ ബൈയിങ് വന്ന സമയത്താണ് ഞാൻ ഈ ഒരു ലെവലിൽ, ഞാൻ 3 മിനിറ്റ് ചാർട്ടിലാണ് ചെയ്തത്, ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത ഉടനെ ഞാൻ ട്രേഡ് എടുത്തത്. ഇൻഫാക്ട് ഈ ട്രേഡ് എടുത്ത എൻ്റെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്ക് പോകും, അറ്റ്ലീസ്റ്റ് ഈ ഒരു ലെവൽ വരെയെങ്കിലും എത്തും എന്നുള്ളതാണ്. ഒരു സിമ്പിളായിട്ടുള്ള ലോജിക്കാണ്, അല്ലാതെ ഇവിടെ വരെ റോക്കറ്റ് സയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നൗ ഇവിടെയൊക്കെ ബൈ ചെയ്ത ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും? ഡെഫിനറ്റ്ലി ഈ ഒരു ലെവൽ മുതൽ താഴേക്കായിരിക്കും, റൈറ്റ്? ഞാൻ കുറച്ചുകൂടി അഗ്രസീവായി ട്രേഡ് ചെയ്യുന്ന ആളായതുകൊണ്ട് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഈ ക്യാൻഡിലിൻ്റെ അടിയിലായിരുന്നു. നെക്സ്റ്റ് 3 ക്യാൻഡിൽസിൽ അത് ഹിറ്റ് ചെയ്തു. പക്ഷേ ഈ ഹിറ്റ് ചെയ്ത് മാർക്കറ്റ് ഇമ്മീഡിയറ്റ്ലി താഴേക്ക് വരുവാണ് എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പ്ലാൻ റീതിങ്ക് ചെയ്യും. പക്ഷേ ഇവിടെ അത് സംഭവിച്ചില്ല. ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന കാര്യം എന്താ? ഇത് ഹിറ്റ് ചെയ്തു, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തെങ്കിലും പ്രൈസ് ഇവിടെ കംപ്ലീറ്റ്ലി ഒരു സൈഡ് വേസ് മൂവിലേക്ക് പോയി. ഇവിടെ സെല്ലേഴ്സ് തീരെ സ്ട്രെങ്ത് ഇല്ലാത്ത ഒരു മൂവ്മെൻ്റ് ആണ് കൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ചാർട്ട് കാണുമ്പോൾ മനസ്സിലാവും, റൈറ്റ്? അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ലോങ് ട്രേഡ് എന്നുള്ള എൻ്റെ ഒരു കൺസെപ്റ്റ് ഞാനിവിടെ ചേഞ്ച് ചെയ്തില്ല. നെക്സ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ചെറിയൊരു വീഡിയോയിൽ ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തപ്പോൾ വീണ്ടും ഞാൻ ലോങ് എൻട്രി ചെയ്തു. ഇത് എന്തുകൊണ്ടാണ് ഇവിടെ ഈ ട്രാപ്ഡ് ട്രേഡേഴ്സിന് അഗെയിൻസ്റ്റ് എന്ന് ഞാൻ പറയുന്നത്? എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി, ഞാൻ ട്രാപ്ഡ് ആയി എന്ന് വെച്ച് ലോങ് ട്രേഡേഴ്സ് അല്ല ഇവിടെ ട്രാപ്ഡ്. ഇൻഫാക്ട് ലോങ് ട്രേഡേഴ്സ് ഇവിടെ ട്രാപ്പ് ആവുക എന്ന് വെച്ചാൽ ഈ ഒരു ലെവലിലേക്കെങ്കിലും മാർക്കറ്റ് വരണം, റൈറ്റ്?
അല്ലെങ്കിൽ ഈ ഒരു ലെവലിന് താഴേക്കെങ്കിലും മാർക്കറ്റ് വരണം. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് മാർക്കറ്റ് ഈ ഒരു ലെവലിൽ മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു മൂവ്മെൻറ്റ് ഈ രണ്ട് മൂവ്മെൻറ്റിലും ഒരുപാട് ഷോർട്സ് മാർക്കറ്റിൽ ക്രിയേറ്റഡ് ആവും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? എല്ലാവരും ഞാൻ പറഞ്ഞു നമ്മൾ ലെഫ്റ്റിലേക്ക് നോക്കും. നമ്മൾ ഇമ്മീഡിയറ്റ്ലി കാണുന്ന ഒരു കാര്യം എന്താ, ഇവിടെ നല്ലൊരു ഡൗൺ മൂവ് ഉണ്ട്, അതിനൊരു റീട്രേസ്മെൻ്റ് ഉണ്ട്, ആ റീട്രേസ്മെൻറ്റിൽ നിന്ന് വീണ്ടും മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുണ്ട്. സോ എഗെയിൻ ഇതൊരു നല്ല ബിഗ് മൂവ് ആയിട്ട് കണക്കാക്കും. അതിനുശേഷമുള്ള ഈ രണ്ട് മൂവ്സും നമ്മളൊരു ഡൗൺ മൂവ് എന്നുള്ള രീതിയിൽ ഇവിടെ പല ആൾക്കാരും ട്രാപ്ഡ് ആവും. ചാർട്ട് നോക്കുക, ചില സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ ലോങ് ട്രേഡേഴ്സ് ആണോ ട്രാപ്ഡ്. ഇൻഫാക്ട് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റ് ആയതിനു ശേഷം ഞാനിവിടെ സൈഡ് ലൈനിൽ നിന്ന് വാച്ച് ചെയ്യുമ്പോൾ ഇനി ഈ ഒരു റേഞ്ചിൽ ഒരുപാട് ലോങ് ട്രേഡേഴ്സ് ആണ് ട്രാപ്ഡ് ആവുന്നെങ്കിൽ ഞാൻ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ട്രേഡ് എടുക്കാൻ പ്രിഫർ ചെയ്യുക. അല്ലാതെ ഞാനിവിടെ ഓൾറെഡി ലോങ് പോകും എന്നുള്ള ഒരു ഇതിലല്ല, പ്രൈസ് ആക്ഷൻ എന്താണോ പറയുന്നത് അതാണ് നമ്മളിവിടെ നോക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ഒന്ന് താഴേക്ക് വന്നു, ഒന്നുകൂടി ലൈറ്റായിട്ട് താഴേക്ക് വന്നു. പക്ഷേ ഈ എല്ലാ മൂവ്മെൻറ്റ്സിനെയും കവർ ചെയ്തുകൊണ്ട് ഇവിടെ ഒരു നല്ല സ്ട്രോങ് ബുൾ മൂവ് വന്നു. ഇവിടെയാണ് ഞാൻ എൻ്റെ നെക്സ്റ്റ് ട്രേഡ് എടുത്തത്, റീ എൻട്രി എടുത്തത്. ആ ഒരു ട്രേഡ് ഇവിടെ വരെ എത്തുന്നത് വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ നോർമൽ പോളിസി. ബിക്കോസ് ജസ്റ്റ് ട്രെയിൽ ചെയ്ത് പോവുക എന്നുള്ളതാണ്. അത് ഞാൻ ചെയ്തില്ല. ബിക്കോസ് എൻ്റെ ഈ ഒരു ലോസ്, ഇത് കുറച്ച് ഹൈ സ്റ്റോപ്പ് ലോസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആ സ്റ്റോപ്പ് ലോസ് കവർ ചെയ്ത് മുകളിലേക്ക് എത്തിയപ്പോൾ തന്നെ ഞാനിവിടെ ഈ ഒരു ലെവലിലാണ് ഞാൻ എക്സിറ്റ് ചെയ്തത്. അതിനെക്കുറിച്ച് ഞാനൊരു ടെലഗ്രാമിലൊരു ചെറിയ സ്മോൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഞാൻ പറയുന്നത് അതിനെക്കുറിച്ചല്ല. പക്ഷേ എല്ലാ സമയത്തും നമുക്കൊരു രണ്ട് ലൈൻ എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞാൽ, സ്ട്രോങ് ബയേഴ്സ് ആൻഡ് സ്ട്രോങ് സെല്ലേഴ്സിൻ്റെ ലൈൻ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ബ്രേക്ക്ഔട്ടിനായിരിക്കരുത്. ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ബ്രേക്ക്ഔട്ട് ട്രാപ്സിനായിരിക്കും. എനിക്ക് തോന്നുന്നു റീറ്റെയിൽ ലെവലിൽ നമ്മളൊക്കെ മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് എവിടെ നമുക്കൊരു ബ്രേക്ക്ഔട്ട് കിട്ടുന്നതാണ്. ബ്രേക്ക്ഔട്ട്സിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നല്ല ബ്രേക്ക്ഔട്ട് ആണെങ്കിൽ അത് വലിയ മൂവ്മെൻറ്റ് തരും, യെസ്. പക്ഷേ ഇതുപോലെ ഒരുപാട് ട്രാപ്സിന് ശേഷമായിരിക്കും ആ ഒരു ബിഗ് മൂവ്മെൻറ്റ് കിട്ടുക. വേറൊരു കാര്യം കൂടെ നേരത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി ഹിറ്റ് ആകുമ്പോഴാണ് അത് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് വരുന്നത്. പൊതുവേ എല്ലാ സമയത്തും അങ്ങനെയാണോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അങ്ങനെയല്ല, നമ്മളിത് പ്രോബബിലിറ്റി ബേസ് മാത്രമാണ് പറയുന്നത്. സോ ഈ ഒരു കാര്യത്തിൽ മാർക്കറ്റ് ഇവിടുന്ന് വീണ്ടും മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെയുള്ള ഫസ്റ്റ്, അതായത് ഹയസ്റ്റ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിനുള്ളിൽ നിൽക്കുക എന്നുള്ളതാണ്. ഈവൻ നാളെ അതായത് നെക്സ്റ്റ് ട്രേഡിംഗ് സെഷനിലായാൽ പോലും ഇതിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് എങ്കിൽ നമ്മൾ ആദ്യം പ്രിഫർ ചെയ്യുക എവിടെയാണ് ട്രേഡേഴ്സ് ട്രാപ്ഡ് ആവുന്നത് എന്നുള്ളത് നമ്മൾ വാച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സോ ഈ ഒരു സിമ്പിൾ ലോജിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ട്രേഡിംഗ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റെഡ് ഓഫ് ബ്ലൈൻഡ്ലി ഫോളോയിങ് ഇൻഡിക്കേറ്റേഴ്സ്. ഇൻഡിക്കേറ്റേഴ്സ് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഇപ്പോൾ ഈ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് നിങ്ങൾ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അവിടെ ഒരു നല്ല ട്രേഡ് എടുക്കാൻ പറ്റും. അന്നേരം നിങ്ങൾക്ക് ബ്ലൈൻഡ്ലി ഇത് S1 ബ്രേക്ക് ചെയ്തു അതുകൊണ്ട് ഞാൻ ട്രേഡ് എടുക്കുന്നു, അല്ലെങ്കിൽ ഇത് CPR ബ്രേക്ക് ചെയ്തു അതുകൊണ്ട് ഞാൻ ട്രേഡ് എടുക്കുന്നു, VWAPൻ്റെ താഴെയാണ് അതുകൊണ്ട് ഞാൻ ട്രേഡ് എടുക്കുന്നു എന്ന് പറയുന്നതിന് പകരം ഇതാണ് പ്രൈസിൻ്റെ ലോജിക്. സോ ഈ ലോജിക്ക് വെച്ച് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഒരു തിങ്കിങ് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് ട്രേഡ് എടുക്കാതിരിക്കാമല്ലോ. ഇതുപോലെയാണ് നമ്മൾ മാർക്കറ്റ് ട്രേഡ്സ് ഫിൽട്ടർ ചെയ്യുക. സോ ഈ ഒരു തരത്തിൽ നിങ്ങൾ മാർക്കറ്റ് അനാലിസിസ് ചെയ്യാൻ നോക്കുക. മാക്സിമം സ്ക്രീൻ ടൈം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു പാറ്റേൺ കൈൻഡ് ഓഫ് തിങ് നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു മന്തിൽ നോക്കിയാൽ മനസ്സിലാവും. ഇത് എക്സാക്ട്ലി ഇതുപോലെ ആയിരിക്കില്ല, പക്ഷേ ഈ ഒരു ട്രാപ്ഡ് തിങ് ഇത് എല്ലാ സമയത്തും മാർക്കറ്റിലുള്ളതാണ്. സോ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നമുക്ക് വേറെ വീഡിയോ വീണ്ടും കാണാം. ബൈ.